ഹായ്, അപ്പോൾ ഇതാണ് എൻ്റെ Mercedes-Benz W124 1993 മോഡൽ. ഇത് ഏകദേശം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കൊല്ലമായിട്ടുണ്ട്. ആക്ച്വലി ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നത് W123 ആണ്. എൻ്റെ ചൈൽഡ്ഹുഡിൽ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന വണ്ടിയാണ് W123. അപ്പോൾ അത് വലുതാകുമ്പോൾ ആ സാധനം നമുക്ക് ചെറുപ്പത്തിൽ എപ്പോഴും ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു ടോയ് ഒക്കെ നമുക്ക് വലുതാകുമ്പോൾ അതിൻ്റെ ഒറിജിനൽ മേടിക്കുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അതേപോലെ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹമാണ് W123 മേടിക്കുക എന്നുള്ളത്. ഒരുപാട് അന്വേഷിച്ച് നടന്നു. ആ വണ്ടി കിട്ടാനുണ്ട്, പക്ഷേ റീസ്റ്റോർ ചെയ്തെടുക്കുക എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹം. അങ്ങനെയാണ് എനിക്ക് W124 എൻ്റെ ഒരു അറബി ഫ്രണ്ട് മുഖേന എനിക്ക് ഈ വണ്ടി കിട്ടിയത്. വണ്ടി ഏകദേശം ഇപ്പോൾ ഒരു കൊല്ലമായി. ഇത് ഫസ്റ്റ് എടുത്തപ്പോൾ ഉള്ള കണ്ടീഷൻ ഇങ്ങനെ ആയിരുന്നില്ല. അത് ഫുള്ളി ഞാൻ റീസ്റ്റോർ ചെയ്തെടുത്ത്, എൻജിനായാലും ഗിയർ ആയാലും റേഡിയേറ്റർ എല്ലാ സാധനങ്ങളും ഞാനതിൽ റീവർക്ക് ചെയ്തെടുത്ത്. ഈ വണ്ടി 1994 ഇവർ ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഇതിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഈ വണ്ടിക്ക് എ സി ഇല്ല. ബോഷിൻ്റെ ഒറിജിനൽ എ സി ആണ് ഇതിൽ കയറ്റിയിട്ടുള്ളത്. ഈ വണ്ടിയുടെ എ സി ആക്ച്വലി ഈ വണ്ടി 93 ജർമ്മനിയിൽ പ്രൊഡ്യൂസ് ചെയ്ത വണ്ടിയാണ്. ഞാൻ ജനിച്ച വർഷം 93 ആണ്. ഈ വണ്ടി 94 ദുബായിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ 93 എൻ്റെ ജനനവർഷം. ഈ വണ്ടി ഉണ്ടാക്കിയത് 93 അതുപോലെ തന്നെ ഇത് ദുബായിൽ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്ത ഡേറ്റ് എന്ന് വെച്ചാൽ October 9 എൻ്റെ വൈഫിൻ്റെ ബർത്ത് ഡേറ്റും സെയിം ആണ്. അപ്പോൾ അങ്ങനെ ഇത് കാറിനെ ഒക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഈ പോയിന്റുകളൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഡീപ്പായിട്ട് ടച്ച് ചെയ്യണ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ എ സി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇവിടെ എ സി ഫിക്സ് ചെയ്തത്. കാരണം ഇത് ജർമ്മൻ ഇമ്പോർട്ടഡ് വണ്ടി ആയതുകൊണ്ട് ആ വണ്ടിക്ക് എ സി ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഓരോ പാർട്സും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ വണ്ടി റീസ്റ്റോർ ചെയ്തപ്പോൾ ഞാൻ മാക്സിമം ആ സ്റ്റോക്ക് സാധനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് ഒന്ന് പോളിഷപ്പ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് പോളിഷപ്പ് ചെയ്തെടുക്കാനാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. കാരണം ഒരു പുതിയ സാധനം വെക്കണതിലും എനിക്കിഷ്ടം ആ പഴയ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ എന്താ ഇതിന് പറയുക, അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി അതിൽ നിലനിർത്തുന്നതിലാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ഇതിൽ പല പാർട്സും ഞാനിപ്പോഴും മാറ്റിയിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുതിയത് വെക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ബോഡി പാർട്സുകളൊക്കെ, അതായത് എക്സ്റ്റീരിയർ പാർട്സുകളൊക്കെ ഞാൻ മാക്സിമം പെയിൻറ്റ് ചെയ്ത് പോളിഷ് ചെയ്ത് ആ എന്താ പറയുക സെയിം സാധനം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിലുള്ള റിയർ മിറർ ഞാൻ ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. അത് ഓൾറെഡി ബേൺഡാണ്, പക്ഷെ ഞാനത് ചേഞ്ച് ചെയ്തിട്ടില്ല. അത് ആ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് അങ്ങനെ നിലനിർത്തിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വേറൊരു പാർട്ടാണ് പല സാധനങ്ങളും പഴയ ആ സാധനങ്ങൾ ഇപ്പോഴും അതേപോലെ തന്നെ വണ്ടിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കീ ഇപ്പോഴും 93 കമ്പനി തന്നിട്ടുള്ള സെയിം കീ ചെയിനാണ്. ആ സെയിം കീ ആണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മെർസിഡീസിൻ്റെ പഴയ സ്റ്റീരിയോനെ പറ്റി അധികം ആർക്കും അറിയുമോയെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ സ്റ്റീരിയോ നമ്മൾ വൺസ് ബാറ്ററി ഉരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ വണ്ടികളിലൊക്കെ റീസെറ്റ് ആവും. രണ്ടാമത് നമ്മൾ ആ മെമ്മറി ഒക്കെ ഡിലീറ്റ് ആയി പോകും സ്റ്റീരിയോടത്. ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ മെർസിഡീസിൻ്റെ സ്റ്റീരിയോക്ക് ഒരു കോഡുണ്ട്. നമ്മൾ ബാറ്ററി ഇൻ കേസ് നമ്മൾ ഊരിക്കഴിഞ്ഞാൽ പിന്നെ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ റേഡിയോ ഒന്നും നമുക്ക് രണ്ടാമത് സെറ്റ് ചെയ്യാൻ പറ്റില്ല. പകരം ഇതിനൊരു പാസ്പോർട്ട് പോലെ ഒരു കോഡുണ്ട്. ആ കോഡ് അടിച്ചാൽ മാത്രമേ പിന്നെ ആ സ്റ്റീരിയോ പിന്നീട് വർക്കാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ അന്ന് വന്ന ആ പഴയ ഓണേഴ്സ് മാനുവൽ, ജർമ്മൻ ലാംഗ്വേജിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഓണേഴ്സ് മാനുവൽ ഇപ്പോഴും ഇതിൻ്റെ ഓണർ സൂക്ഷിച്ചിരുന്നു. ആ സാധനം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ റേഡിയോൻ്റെ ബാക്കിൽ, സ്റ്റീരിയോൻ്റെ ബാക്കിൽ ഉണ്ടാകുന്ന ആ കോഡ് ഇപ്പോഴും അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ വണ്ടിയിൽ ഞാൻ പാർട്സുകൾ മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ ഫ്രണ്ട് ഗ്രില്ല് ഞാൻ മാറ്റിയിട്ടുണ്ട്. കാരണം അത് ബ്രോക്കണായിരുന്നു, ഇവിടെ ബ്രോക്കണായിരുന്നു. അത് കാരണം കൊണ്ട് ഞാൻ മാറ്റി. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ഈ ക്രോം ഏരിയകൾ 2 പീസുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 2 ക്രോം പീസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഈ ഗ്രില്ല് മൊത്തത്തിൽ മാറ്റി. പക്ഷേ ലോഗോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇപ്പോഴും പഴയ ലോഗോ ആണ് ഇരിക്കുന്നത്. സെയിം പഴയ ലോഗോ ആണ് ഇരിക്കുന്നത്. അതുപോലെ ഹെഡ്ലൈറ്റ്സ്, ഇൻഡിക്കേറ്റേഴ്സ്, ഇതെല്ലാം പഴയ സെയിം സാധനമാണ്. ഇതൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. അതുപോലെ വൈപ്പർ ബ്ലേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വൈപ്പറെല്ലാം പഴയത് തന്നെയാണ്. അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ പഴയതാണ്. സ്റ്റിൽ ഇപ്പോൾ ഞാൻ വൈപ്പർ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും
അത് കുറച്ച് സ്ലോ ആണ് വർക്ക് ചെയ്യാനായിട്ട്. അത് ഞാൻ പുതിയത് ഇടാത്തത് അതുകൊണ്ടാണ്, ആ സ്റ്റോക്ക് എനിക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം കിട്ടാത്തതുകൊണ്ടായിരിക്കുന്നു പാർട്സ്. ആർക്ക് വേണമെങ്കിലും പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കണമായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും പഴയ മെർസിഡീസിൻ്റെയോ ഈവൻ പുതിയതിൻ്റെ ആണെങ്കിലും, പുതിയതിൻ്റെ എല്ലാവർക്കും കിട്ടും. പഴയ മെർസിഡീസിൻ്റെ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. കണക്ഷൻസ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടി വരുന്നത് 6 സിലിണ്ടർ 3.2 4 സ്പീഡ് എഞ്ചിനാണ്. ജസ്റ്റ് ഫുഡ് ഒന്ന് തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര ഡസ്റ്റി ആയിരിക്കും എഞ്ചിൻ. ദുബായ് ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ, ഒബ്വിയസ്ലി ഡസ്റ്റി തന്നെ ആയിരിക്കും. അപ്പം ഞാനിത് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ക്ലീനപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്നതല്ല. ജസ്റ്റ് നമ്മൾ എങ്ങനെയാണോ ആസ് ഇറ്റ് ഈസ് നമ്മൾ വീഡിയോ എടുത്ത് ചെയ്യാം. ഓക്കെ, പിന്നെ മെർസിഡീസിൽ എസ്പെഷ്യലി മെർസിഡീസിൽ മാത്രം കണ്ടുവരുന്ന വേറൊരു ഫീച്ചറാണ്, നമുക്ക് ഈ ഹുഡ് ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ച് പണിയാണ്. ഇങ്ങനെ നിന്ന് വർക്ക് ചെയ്യേണ്ടായിരുന്നു കൊണ്ട് ഇതിൻ്റെ അകത്തുള്ള മറ്റൊരു ഫീച്ചറാണിത്. ഇതാലോചിക്കണം, ഇത് 29 years ഓൾഡാണ് ഈ കാറ്. ഇതിൻ്റെ ഉള്ളൊരു മറ്റു ഓപ്ഷനാണ്. ഡിഗ്രി നമുക്കിത് ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ അത് നമുക്കെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുമ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് മെക്കാനിക്കലി വർക്ക് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ടുള്ള ബോഷിൻ്റെ AC. ഇതാണ് ഈ പാർട്ടാണ്. പണ്ട് കാലങ്ങളിൽ മെർസിഡീസിനെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ പറഞ്ഞിരുന്നത് ഓവർ എഞ്ചിനീയർഡ് കാർ എന്നാണ് പറഞ്ഞത്. അതിന് ചെറിയൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. അതായത് ഈ മെർസിഡീസിൽ ഞാൻ എടുത്തിരിക്കുന്ന ഈ വേരിയൻറ്റിൽ ഫീച്ചേഴ്സ് വളരെ കുറവാണ്. അതായത് ടെക്നോളജി ഭയങ്കര കുറച്ചുള്ള വണ്ടിയാണ്. ടെക്നോളജി കുറച്ചുള്ള വണ്ടിയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിൻ്റനൻസ് ഭയങ്കര കുറവായിരിക്കും. എത്രത്തോളം ഫീച്ചേഴ്സ് വണ്ടിയിൽ കൂടുന്നു അത്രത്തോളം നമുക്ക് ഹെഡ് ഏക്സ് കൂടുതലായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിൻ്റെ തന്നെ E500 എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 320E ആണ്. 500Eയിൽ വരുമ്പോൾ E500ൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സീറ്റ് അഡ്ജസ്റ്റർ, ഇലക്ട്രോണിക് സീറ്റ് അഡ്ജസ്റ്റർ, അതുപോലെ ഒരുപാട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ഒരുപാട് അതിൻ്റെ അകത്ത് കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതിൽ അങ്ങനത്തെ വലിയ ഫീച്ചേഴ്സ് ഒന്നുമില്ല, വലിയ മെക്കാനിസം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ ഭയങ്കര ഈസിയാണ്. ഇതിൽ പല മെക്കാനിക് പാർട്സും ചെറിയൊരു അറിവുള്ള ആൾക്ക് ചെയ്യാവുന്നതുള്ളൂ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ. ഉദാഹരണം ഞാൻ ചെറിയൊരു പോയിന്റ് കാണിച്ചു തരാം. ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് ഒരു ദിവസം കേടായ സമയത്ത് ഞാൻ തന്നെയാണ് ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് ശരിയാക്കിയത്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ ബൾബും ഇതിൻ്റെ അകത്തുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് തിരിച്ച് എടുക്കാവുന്നുള്ളൂ. അതേപോലെ തന്നെ തിരിച്ച് ഫിക്സ് ചെയ്യാവുന്നതുള്ളൂ. തിരിച്ച് ഇതേപോലെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് അതവിടെ ഫിറ്റായി. അത്രയ്ക്ക് ഈസി എൻജിനീയർഡാണ് മെർസിഡീസ് ബെൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇത്ര നേരം സംസാരിച്ചിരിക്കുന്നത് വണ്ടിയുടെ എക്സ്റ്റീരിയർ, വണ്ടിയുടെ എൻജിൻ സ്പെസിഫിക്കേഷൻ, ഇതൊക്കെയാണ്. നമുക്കിനി കുറച്ച് നേരം വണ്ടിയുടെ അകത്തിരുന്നിട്ട് വണ്ടിയുടെ ഇൻറ്റീരിയറിനെ പറ്റിയൊക്കെ സംസാരിക്കാം. ഞാൻ കുറച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഭയങ്കര എന്താ പറയുക, ഹൈ എൻഡ് വെർഷനിലുള്ള വണ്ടിയല്ല, 500 അല്ല, AMG അല്ല, വളരെ ബേസിക് ആയിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളുമാണ്. പക്ഷേ അന്നത്തെ കാലത്ത് തന്നെ ഇത് വളരെ ക്ലാസി ആയിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അകത്തിരുന്ന് സംസാരിക്കാം. സോ ഇതാണ് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് നിങ്ങളുടെ അടുത്ത് സ്റ്റീരിയോയുടെ കാര്യം. ഇതാണ് ഇതിൽ വരുന്ന സ്റ്റീരിയോ. ഈ സ്റ്റീരിയോ ഇതിൻ്റെ സ്റ്റോക്കാണ്. ഇതിൽ നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലൊരു കോഡുണ്ട്. ആ കോഡ് അടിച്ചാൽ മാത്രമേ ഇത് പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലും ഞാൻ മാറ്റാത്തത്, ഇത് മാറ്റാൻ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടല്ല, ഈ ആ ഒരു പഴഞ്ചൻ ആ ഒരു വിൻറ്റേജ് ക്ലാസിക് അതിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ ഈ സംഭവങ്ങളൊക്കെ ഇതേപോലെ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിലത്തെ ഹെഡ് റെസ്റ്റുകൾ താഴോട്ട് വീഴും. അതെന്തിനാന്ന് വെച്ചാൽ ബാക്കിലത്തെ ഗ്ലാസ് വിസിബിലിറ്റി കുറവാണ്. റിവേഴ്സ് എടുക്കുമ്പോഴൊക്കെ വിസിബിലിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ ഉള്ളത്. ഇത്
ഇത് നമ്മളിങ്ങനെ താഴ്ത്തി ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മളിത് മാനുവലി ആണ് ഇത് ചെയ്യേണ്ടത്. ഇതിന് വേറെ ബട്ടൺസ് പരിപാടികളില്ല. അപ്പോൾ ഈ വണ്ടി വരുന്നത് 6 സിലിണ്ടർ 4 സ്പീഡ് എഞ്ചിനാണ്. ഇതിൽ അന്നേ തന്നെ ഇക്കോണമി മോഡും സ്പോർട്സ് മോഡും ഉണ്ട്. നമുക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സൺറൂഫ് ഉണ്ട്, അതുപോലെ പവർ അഡ്ജസ്റ്റഡ് മിറേഴ്സാണ്. മിറർ നമുക്ക് അകത്തുനിന്ന് തന്നെ സ്വിച്ചിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് 2 പവർ വിൻഡോസ് ഉള്ളു. ബാക്കിലത്തെ 2 വിൻഡോസും മാനുവലാണ്. പിന്നെ അന്നേ തന്നെ ഇതിൻ്റെ അകത്ത് എയർ ബാഗ് ഉണ്ട്, അതുപോലെ തന്നെ സൺറൂഫ് ഉണ്ട്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇതിൻ്റെ സീറ്റ് ബെൽറ്റിൻ്റെ അലാറം വരുന്നത് ഇതിൻ്റെ മിഡിലായിട്ടാണ്. സാധാരണ എല്ലാ വണ്ടിയിലും വരുന്നത് മീറ്ററിൻ്റെ അടുത്തായിട്ടാണ്.